ദൈവം കയ്യൊപ്പു ചാർത്തിയ ഭൂപ്രദേശമായ മുറങ്കെട്ടിപ്പാറയിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാ സഞ്ചാരപ്രിയർക്കും ഹാർദമായ സ്വാഗതം. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ മുറങ്കെട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്ന് സംസ്ഥാന പാത 41 വഴി തിരക്കും ബഹളവുമില്ലാത്ത പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഇടുക്കിയുടെ ഹൃദയത്തിലൂടെ 16 കിലോമീറ്റർ സഞ്ചരിച്ച ഉടുമ്പന്നൂർ എന്ന സ്ഥലത്തെത്താം. അവിടെ നിന്ന് പുളിയൻമല സംസ്ഥാന പാതയിലൂടെ കിഴക്കോട്ടാണ് യാത്ര. അതൊരു വഴിത്തിരിവാണ്. മനുഷ്യനിർമ്മിതമായ ലോകത്തിൽ നിന്ന് പ്രകൃതി ഒരുക്കിയ പ്രശാന്തമായ മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രവേശനം. ഏകദേശം 5 കിലോമീറ്റർ പിന്നിടുമ്പോൾ മുണ്ടക്കൽ എന്ന സ്ഥലമെത്തും. അവിടെ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് ശബ്ദാർത്ഥ സുന്ദരമായ ഒരു കവിത പോലെയാണ്. ഇടുങ്ങിയതും എന്നാൽ പ്രകൃതിയുടെ സ്പർശമുള്ളതുമായ ഈ വഴി ചെറുവാഹനങ്ങൾക്ക് മാത്രം അനുയോജ്യമാണ്. ഉടുമ്പന്നൂർ കഴിഞ്ഞാൽ ജനവാസം കുറവായതുകൊണ്ട് ആഹാരത്തിനും വെള്ളത്തിനുമുള്ള കരുതൽ യാത്രയിൽ അത്യാവശ്യമാണ്. ഈ മുന്നറിയിപ്പ് വെറും ഒരു യാത്രാ നിർദ്ദേശമല്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കരുതലുണ്ടായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ യാത്രയിൽ ഇടുക്കിയുടെ സ്വാഭാവിക സൗന്ദര്യം കൂടുതൽ അടുത്തറിയാൻ കഴിയും. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള റബ്ബർ, കാപ്പി, സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സ്പഷ്ടമാക്കുന്നു. വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഈ പാതയിൽ നിന്നുള്ള ദൂരക്കാഴ്ചകൾ വേറിട്ട ഒരു അനുഭവ ലോകത്തെ കൺമുന്നിലെത്തിക്കുന്നു. കോടമഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന മലനിരകളുടെ കാഴ്ചയാകട്ടെ സ്വപ്നതുല്യമാണ്. വഴിയോരത്തെ റബ്ബർ തോട്ടങ്ങളും കവുങ്ങിൻ തോട്ടങ്ങളും നമുക്ക് യാത്രയിൽ കൂട്ടായി വരുന്നു. പച്ചപ്പിന്റെ ഈ ഇടനാഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ മനോഹാരിത പതിയെ തെളിഞ്ഞു വരും. ഓരോ നിമിഷവും ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര ഭംഗിയുള്ള ഒരു ദൃശ്യവിരുന്നാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. റോഡിനിരുവശവും തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളും കുളിരുള്ള കാറ്റും യാത്രയ്ക്ക് കൂടുതൽ ഉന്മേഷം പകരുന്നു. ദൂരെ മലമുകളിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതിയുടെ സംഗീതം എന്ന പോലെ നമുക്ക് ആസ്വദിക്കാം. ഇവിടുത്തെ കൃഷിയിടങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കാഴ്ചയ്ക്ക് കൂടുതൽ പൊലിമ നൽകുന്നു. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് കയറി പോകുമ്പോൾ മുറങ്കെട്ടിപ്പാറയിലെത്തുന്നു. ഇവിടെ കാണുന്ന അടഞ്ഞുകിടക്കുന്ന കടകളും മറ്റ് നിർമ്മിതികളും 50 വർഷമെങ്കിലും പിറകിലേക്ക് നമ്മെ എത്തിച്ചതായി തോന്നിക്കും.
പഴമയുടെ സ്പർശം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു. കാലത്തിന് എന്ത് പ്രസക്തി എന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. യാത്ര അവസാനിക്കുന്നിടത്ത് വലിയൊരു ഗിറ്റാറിന്റെ ആകൃതിയിലുള്ള ഇൻഫർമേഷൻ ബോർഡ് കാണാം. ആ ബോർഡ് നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നു. ഇടയ്ക്കിടെ കാണുന്ന കൊച്ചരുവികളും വഴിയോരത്തെ കാഴ്ചകളും ഈ യാത്രയുടെ പ്രത്യേകതയാണ്. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ പറ്റിയ ഒരിടം. ദൂരെ നിന്ന് കണ്ട മലനിരകൾ ഇതാ ഇവിടെ നമ്മളെ തൊട്ടുരുമി നിൽക്കുന്നു. ഉയരം കൂടുന്തോറും കാഴ്ചകൾക്ക് കൂടുതൽ വ്യക്തത കൈവരുന്നു. ഈ പാറയുടെ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ നമ്മൾ ഒരു പറുദീസയിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നും. കണ്ണുകൾക്കും മനസ്സിനും ആനന്ദം നൽകുന്ന സ്വർഗീയ കാഴ്ചകളാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. അതിരാവിലെയാണെങ്കിൽ ഈ താഴ്വര മുഴുവൻ മഞ്ഞു മൂടി അഗാധത കാണാൻ സാധിക്കാത്ത വിധം കണ്ണിനെ മറച്ചു നിൽക്കുകയായിരിക്കും. എന്നാൽ ഉച്ച സമയത്ത് സൂര്യരശ്മികൾ പച്ച പുതച്ചു നിൽക്കുന്ന മരങ്ങളിലും പാറകളിലും തട്ടിത്തിളങ്ങുമ്പോൾ മലനിരകളുടെ സൗന്ദര്യം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. ദൂരെ തൊടുപുഴ പട്ടണത്തിന്റെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും കാഴ്ചകൾ നിങ്ങളുടെ കൺവെട്ടത്തിൽ ചാരുതയോടെ നിറയുന്നു. ഈ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും. അതേസമയം ഈ മനോഹാരിതയിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന കരുതൽ കൂടി തീർച്ചയായും വേണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലമുകളിൽ ഒരു മുനി തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അന്ന് മുനിയുടെ തപസ് മുടക്കാൻ ചില അസുരന്മാർ ശ്രമിച്ചപ്പോൾ ഒരു മുറം ഉപയോഗിച്ച് മുനി അവരെ പ്രതിരോധിക്കുകയും ഒടുവിൽ ആ മുറം ഒരു പാറയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു എന്നൊരു വിശ്വാസമുണ്ട്. മുറം പോലെ കെട്ടിവെച്ച വലിയ പാറക്കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുറംകെട്ടിപ്പാറ എന്ന സ്ഥലപ്പേര് ലഭിച്ചത് എന്നും കഥയുണ്ട്. ഏതായാലും മുറംകെട്ടിപ്പാറ എന്ന പേര് ഈ പ്രദേശത്തിന് ഏറെ അനുയോജ്യമായിട്ടുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളുടെ അകൃത്രിമ സൗന്ദര്യം ആസ്വദിക്കാനും ചുറ്റുവട്ട കാഴ്ചകൾ കണ്ടറിയാനും ഇവിടേക്കുള്ള യാത്ര സഞ്ചാരിക്ക് വഴിയൊരുക്കുന്നു.
പ്രകൃതിയുടെ ഈ സൗന്ദര്യം മതിവരുവോളം ആസ്വദിച്ചാലും ഇടുക്കി പകരുന്ന കാഴ്ചകൾക്ക് അവസാനമില്ലെന്ന് നമുക്ക് തോന്നും. അല്ല, അത് തോന്നലല്ല, സത്യമാണ്. അതിരാവിലെ കോടമഞ്ഞിൽ മൂടിയ മലനിരകളും ഉദിച്ചുയരുന്ന സൂര്യരശ്മികളും സായാഹ്നത്തിൽ അസ്തമയ സൂര്യന്റെ ഭംഗിയും ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം പോരാതെ വരും. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ണിറയെ കാണാൻ മുറങ്കട്ടിപ്പാറയുടെ സൗന്ദര്യ സത്തയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു.